ഹേ ഗായ്സ്, ഞങ്ങളുടെ റിസപ്ഷൻ പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. നവവധുവും നവവരനും അവരുടേതായ കോസ്റ്റ്യൂമിൽ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാട്ടെ, ഞാൻ വെറുതെ പറഞ്ഞില്ല. സാരിയും ഇതും ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോട് കൂടി അകത്തോട്ട് പോയി എന്തൊക്കെയോ പരിപാടികൾ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ നിന്നു കൊടുക്കുന്നു. ഓക്കെ, അടി ഹൈഫൈ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി ഈ വ്ളോഗിലോട്ട് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ ഇനി ജീവിക്കട്ടെ കുറച്ച് നേരത്തേക്ക്, സമാധാനമായിട്ട് ഞങ്ങൾ റിസപ്ഷൻ എൻജോയ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ എൻ്റെ ഇടയിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ കണ്ടോളൂ. എൻ്റെ മോനെ പുറത്തൊരേ വൈബ് കേട്ടാ, കണ്ണനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു ഗൈസ്. വമ്പ വൈബ് കേട്ടാ ഇവിടെ. ചെണ്ടമേളമൊക്കെ ആയിട്ട് എൻ്റെ പൊന്നിമാർ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇതെന്തോന്നൊക്കെ ചെയ്ത് ഇത് ഇവിടെ നീ യോ വേഷം മാറി രാജദൂതൻ. ഓഡിയൻസ് മേലൊരു കുറെ ആന്റിനൊക്കെ ഇരിക്കുന്ന സാധനം. ഇവിടെ ഇതൊക്കെ നിങ്ങൾ ചെയ്തെടുത്ത പോവാടെ പൊളി സാധനം. നിങ്ങളൊക്കെ ഡാൻസേഴ്സാ. എന്താ ഇപ്പോൾ ഇവിടെ നടന്ന്? എന്താ ഞാൻ പറയണോടോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന കാര്യമാണ് സ്വപ്നം കണ്ട് അത് നിറവേറ്റാനായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഞാനത് പറഞ്ഞോട്ടെ. Dare to dream.
എന്താ എൻ്റെ ബന്ധുക്കളൊക്കെ തണുത്തിരിക്കുന്നത്? ആ ഓക്കെ, ഇപ്പോഴാണ് പവർ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഓവർവെൽഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. എന്തൊക്കെയൊക്കെയോ സിനിമയിലൊക്കെ കാണുന്നതൊക്കെ പോലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് പൂവൊക്കെ കൊണ്ട് ഡാൻസ് കളിക്കുന്നു. ബാക്കിൽ കൂടെ എന്താ അവന്മാർ ഡ്രസ്സ് ഇട്ടിരുന്നത്? ഭടന്മാരല്ല, എനിക്ക് മനസ്സിലായില്ല എന്താണ്. പക്ഷെ ഒരു ബാഹുബലിയുടെയൊക്കെ സെറ്റിലോട്ട് നടന്നു വന്ന പോലെ. സ്പെക്ട്രം ഇവന്റ്സിന് ഒരു വലിയ ഷൗട്ട് ഔട്ട് നിമിഷത്തിൽ ഞാൻ പറയുന്നു. കാരണം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഇത്രയൊക്കെ അവർ ചെയ്തില്ലേ, സമ്മതിച്ചു തന്നിരിക്കുന്നു നിങ്ങളെ. താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ അത് പറയൂ. ഓഹോ, കൃതാർത്ഥനായി ഞാൻ. ഇതാ ഭാര്യ. എനിക്കും അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് ഫീൽ ഉണ്ട്. ഞാൻ 5 മാർക്ക് ഇങ്ങനെ മിടുക്കി. അവളുടെ 5 മാർക്കിന്റെ ഉത്തരം അത്രേ ഉള്ളൂ. പൊടി. ഇന്നത്തെ ഇവന്റിന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. അതോടുകൂടി ഇന്നത്തെ പരിപാടികൾ നമുക്ക് തുടങ്ങാം. ആൻഡ് വന്ന എല്ലാവരും മാക്സിമം ഇവിടെ നിൽക്കുക, ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി അതിവിപുലീകരമായ ഒരു ഷോറൂം പോലത്തെ ഒരു ഏരിയ ബാക്കിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വന്ന് കണ്ട് എൻ്റെ കണ്ണ് തള്ളി പോയതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും പോയി കാണുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ റിസപ്ഷൻ ഫംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. പടം എന്നാ പറഞ്ഞോട്ടാ. ഹലോ, നിനക്കെന്ത് പറ്റിയടാ? ഇത് തീർന്നില്ലേ? ഇത് ഈ ഡ്രൈവർ പണി ചെയ്യുന്ന ഈ സന്ധ്യമുണ്ടല്ലോ, ഇവൻ ഭീകര ഉള്ളിലെ കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് നടക്കുന്ന ഒരു പയ്യനാണ്. എന്തു കാര്യങ്ങള്? അത് ഇന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താ മച്ചാൻ ആ നഗ്നമായ സത്യം? അവൻ നഗ്നനായി ഇന്ന് മൊത്തത്തിൽ. അയ്യേ, പാവപ്പെട്ടവൻ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത്? പാവ ചെറുക്കൻ താഴെ ഇറക്കടാ. അവൻ ഇന്ന് കുറെ സത്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ സത്യങ്ങൾ പ്ലാസ്റ്റർ ഇട്ടേക്കായിരുന്നു, അതിന് പുറത്തു വരുന്നില്ല. അതെന്ത് സത്യങ്ങള്? അവനെ ഇങ്ങ് കൊണ്ടുപോവാ, കയറ്റി കൊണ്ടുപോവാ. ഇതെന്താടാ വലിയ കണ്ണസ്രാവിനെയൊക്കെ പിടിച്ചിട്ട് വരണ പോലെ കടലിൽ നിന്ന്? അയ്യോ, എന്റെ പാവപ്പെട്ട ചെറുക്കനെ എല്ലാ എണ്ണം കൂടെ ഇതെന്തിനാ ഇത് ചുമന്ന് കെട്ടിക്കൊണ്ടൊക്കെ വരണേ? എടി, ഇവൻ എന്ത് പറ്റിയടി? നിന്നെ വിമാനം ഇടിച്ചാ? വിമാനമൊന്നുമല്ല, ഒരു കാർ വന്ന് നിന്ന് തട്ടിക്കൊണ്ട് പോയി. ചുമ്മാ കഴക്കൂട്ടമൊക്കെ കറങ്ങിട്ട് വന്നു. ഒരു ചായ നാളെ സന്ധ്യയില് 3 പേരെ കൊല്ലുന്ന എടാ, എന്തുവാ മച്ചാനെ, എന്തോന്ന് ഇത്? അതെ, അതുകൊണ്ട് ഇന്ന് നമുക്ക് വേണമെന്ന് ഭയങ്കര അഭിനയം, ഭയങ്കര നിഷ്കളങ്കര. ഇവന്റെ കല്യാണം, നിന്റെ കല്യാണം കഴിഞ്ഞോടാൻ അടുത്ത കല്യാണം. അടുത്ത ഇവന്റെ നമ്മൾ കഴിപ്പിക്കും കല്യാണം. പിന്നെ വേണ്ട,
വേണ്ട വേണ്ട. പാവം പിന്നെ കിഡ്നാപ്പ് ചെയ്താ എന്റെ പൊന്നി എന്തരുത്. ഇനി നിനക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. ഇല്ല എനിക്ക് വേണം, എനിക്ക് ചെറുക്കനെ എനിക്ക് വേണം. പിന്നെ എനിക്ക് പോയി ഏറ്റുവാങ്ങാൻ കാർത്തിക് ജീവിതത്തിൽ ഇനി ആർക്കും ഒരു ബ്ലോഗറിനും പണി കൊടുത്തില്ലെന്ന് ഇവിടെ വെച്ച സത്യമാണ്. എന്നാൽ ഇവൻ ഇതേപോലെ സന്തോഷത്തോടെ കൂടെ നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ മച്ചാൻ എന്റെ കൂടെ നടക്കണ എവന് പണി കൊടുത്ത സ്ഥിതിക്ക് മച്ചാന്റെ കൂടെ നടക്കണ ഒരുത്തന് ഞാൻ പണി കൊടുക്കണ്ടേ? നീ ഒറ്റക്കയറ്റം വാങ്ങിയത്, പാവപ്പെട്ട ഒറ്റക്കല്ലടാ വാങ്ങിച്ചത്. ഓക്കെ, അപ്പൊ 3 പേരാണ് നീ വാങ്ങിയിരിക്കുന്നത്. ആ 3 പേരെ ഞാൻ നോക്കിയിട്ടുണ്ട്. എവനെ ഞാൻ ഇന്നലെ നോക്കി വെച്ചേക്കാണ്. അപ്പൊ നിന്റെ കൂടെ ഉള്ള 3 പേരെ ഞാൻ അല്ലാതെ ഓങ്ങണം. ഒരാളിനെ ഓങ്ങി, ഇനി 2 പേരും കൂടെ ഉണ്ട്. ഓഹോ, ഈ അംഗം എവിടെ വെച്ച് നിർത്താൻ പരിപാടി ഇല്ലേ? മച്ചാനെ കോമഡി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിതൊക്കെ എവിടെ നോക്കിച്ചോണ്ട് പറഞ്ഞ ഐഡിയ അതാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപാട് പേര് കമന്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു നെഗറ്റീവ് അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് നമ്മൾ തമ്മിലുള്ള ഒരു ചടങ്ങാണ്, അങ്ങനെ കണ്ടാൽ മതി. ഉത്സവമൊക്കെ കൊണ്ടാടൂലേ, അതുപോലെ ഒരു കൊണ്ടാട്ടം. പക്ഷെ ഇത് പുതിയ ഐറ്റം ആണ് കേട്ടോ. അതെ അതെ. അപ്പം മച്ചാനെ 3 പേരെ ഒന്നിലും ഒരാളാ. ലവ് യു പണിയില്ല എന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറയണ, എടാ സന്ദീപന് ഞാൻ കുറച്ച് നേരത്തേക്ക് എടുക്കുമെന്ന്, നീ ബാ. കാർത്തിക്കിന്റെ കല്യാണം ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാനും മോളിയും ഒരു കല്യാണക്കത്തുമായി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകും. അതിലൊരു പ്രത്യേക വാക്കുണ്ട്, പ്രിയ ബന്ധു. മാന്യരെന്നല്ല, പ്രിയ ബന്ധു. എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഈ മനോഹരമായ സായാഹ്നവും നിങ്ങൾ ഓരോരുത്തരും തരുന്ന എനർജിയും നിങ്ങൾ ഈ ഫംഗ്ഷനെ വളരെയധികം ധന്യമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തും. സംഭവം എന്താണെന്ന് അറിയാവോ, നമ്മളെപ്പോഴും തനി നാടൻ വൈബാണ്. അപ്പോൾ തനി നാടൻ വൈബിന് നമ്മൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യമായ ഒരു ഘടകമുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ് മീ ഷോ യു. ഭാഷ
അയ്യോ ഓ ഇരിക്കാനോ ഇത് തുള്ളാൻ വയ്യ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ വൈബ്? ഈ വൈബ് ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രം ബസ് പിടിച്ച് പാലക്കാട് നിന്നും ഇങ്ങ് തിരുവനന്തപുരം വരെ വന്ന പൊന്നനാശാന്റെ ബ്ലൂ മാജിക് ടീമിന് ഒരു വലിയ ആർപ്പോ. ഇതാണ് കേരളത്തിന്റെ വൈബ്, ഇതാണ് മലയാളി തനിമ. നിങ്ങളുടെ അടുത്ത് പറയാൻ വാക്കുകളില്ല. ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ നിങ്ങൾ ഒരുപാട് 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 സ്പെഷ്യൽ ആക്കി തന്നു. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയോ നടന്നു ഗൈസ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിലൊരു പുകമയ അല്ലേടി, എന്തൊക്കെയൊക്കെയോ നടന്ന്. ഇതിന് അവസാനം നമ്മൾ ഇത്രയും മെനക്കെട്ട് അങ്ങ് എറണാകുളത്ത് നിന്ന് കൊണ്ടുപോകാൻ നമ്മൾ അലാക്കാർട്ടയുടെ ഫുഡ് കഴിക്കാനായിട്ടൊന്നും ഇരുന്നതാണ്. അണ്ണാ എങ്ങനെയുണ്ടോ പരിപാടി? അടിപൊളിയാക്കിയിരുന്ന ഇരുമ്പം പുളിയോ നല്ല പുളിയുണ്ടെന്ന്. എടാ നന്ദു, നിന്റെ ടെൻഷൻ കഴിഞ്ഞാ? ഡിജയും കൂടെ കഴിയുമ്പോൾ കഴിയും. ഇനിയുണ്ടാ? നീ എന്താ ചെണ്ടമേള ഞായറ്റത് പോകാൻ അതൊരു ആശ്വാസമായി. ചെണ്ടമേള ഞങ്ങൾ സെറ്റാക്കി. എടാ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നേരെ ചെല്ലുന്നു, പൊറോട്ട പാർട്ടി ഒരു കലാശ കൊട്ടു, അത് നേരെ ഡിജയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അതോടൊരു കലാശം. ഇതിനൊക്കെയുള്ള ആംബിയർ അവിടെ ഫുഡ് കഴിക്കും. പക്ഷേ കനത്തി കഴിച്ചോ? 15 മിനിറ്റ് കൊടുക്കണുള്ളേ. ഒരു ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പോൾ 15 മിനിറ്റ് ഉള്ളതാണ്. ഓക്കെ, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ ഗൈസ്. ഇതാണ് പാലക്കാടൻ സ്റ്റൈൽ ഫിഷ് മാംഗോ കറി. അതും നല്ല അപ്പവും കൂടെ കൂട്ടി വെച്ചിട്ടൊരു പിടി പിടിച്ചുണ്ടല്ലോ. ചിന്ന സാധനം അരി അങ്ങനെ ഉണ്ട്. ഫിഷ് മാംഗോ സൂപ്പറല്ലേ? പൊറോട്ടയും നല്ല ചിക്കൻ പെരട്ടും. നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ദം ബിരിയാണി, അപ്പം അത് കൊള്ളായിരിക്കണം ഈശ്വര. നാശിച്ച് മോഹിച്ച് ഓർഡർ ചെയ്തതാണ്. തലശ്ശേരി ദം ഇട്ടിട്ട് അതിനോട് പൈവോളി ചിക്കൻ ഫ്രൈ. പൊളിച്ച്
നമ്മുടെ വെഡ്ഡിംഗ് റിസപ്ഷന് ശക്തിയും കരുത്തും പ്രൊട്ടക്ഷനും ഏകിയിരിക്കുന്നത് ഷീൽഡ് ബൗൺസേഴ്സ് ട്രിവാൻഡ്രം. നിങ്ങൾക്ക് ഒരു വലിയ താങ്ക് യു. ബെസ്റ്റാണ്, ബെസ്റ്റ്. വേറൊന്നും പറയാനില്ല. ഒരു ബുദ്ധിമുട്ട് ഞാൻ അവർ ഉണ്ടാക്കിയിട്ടില്ല. താങ്ക് യു. ശബ്ദത്തിലൂടെ നിറവേറിയ പൊറോട്ട പാർട്ടിയാക്കിയതിന് എല്ലാവരുടെ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ അടിപൊളിയായിരുന്നു. നമ്മുടെ പരിപാടി ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നിങ്ങൾക്ക് വിരുദ്ധ ചെയ്തോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും താങ്ക് യു. ഇനി ആരംഭിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ.
ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. അയ്യോ അളിയാ നന്ദു, താങ്ക് യു ഫോർ ദ ഹാപ്പി മാരീഡ് ലൈഫ്. എനിക്കറിയാം ഈ വീഡിയോ എങ്ങനെയാണ് വരാൻ പോണത്, പക്ഷേ കുറെ നാളായിട്ട് ഞാൻ എന്റെ ഔട്ട്രോ പറഞ്ഞിട്ടില്ല. ഇത്രയും ആൾക്കാരുടെ കൂടെ ഇടേ നീ വന്നേടാ. എന്റെ ഔട്ട്രോ എടുക്കാൻ വരുമോ? നീണ്ട 32 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇനി അങ്ങോട്ട് ഞാനല്ല, ഞങ്ങളാണ്. ഇത്രയും പ്രഷ്യസ് ആയ ഒരു മൊമെന്റ് ഇനി എന്റെ ജീവിതത്തിൽ വരുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ഞാൻ എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഔട്ട്രോ എടുക്കുകയാണ്. അപ്പം ഓടെ പോസിറ്റീവ് ഉണ്ട്. ആ കാര്യം പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കിയ